CPM പോളിറ്റ് ബ്യൂറോ അംഗം കൂടിയാണല്ലോ MV ഗോവിന്ദൻ. ഗോവിന്ദൻ പോളിറ്റ് ബ്യൂറോയിലെ രഹസ്യങ്ങൾ മകന് വേണ്ടി ചോർത്തി കൊടുക്കുന്ന ചാരനാണോ? അങ്ങനെയൊക്കെയാണ് ആരോപണങ്ങൾ വന്നിരിക്കുന്നത്. രാജേഷ് ഷർഷാദ് മുഹമ്മദ് ഷർഷാദ് ചെന്നൈയിലെ വ്യവസായിയാണ്. അങ്ങേര് നേരത്തെ തന്നെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരുന്നു, ഇങ്ങനെ ഒരു പരാതി കൊടുത്തിട്ടുണ്ട്. അയാളും പാർട്ടിക്കാരനാണ്. പരാതി കൊടുത്തിട്ടുണ്ട് PBക്ക്. പരാതിയുടെ കോപ്പി ആവശ്യമുള്ളവർ കൊടുക്കാം. അങ്ങനെ ആ പരാതി പബ്ലിക്കാക്കി എല്ലാവർക്കും അതിൻ്റെ കോപ്പിയൊക്കെ കൊടുത്തിട്ട് നാശകോശമാക്കി എന്ന് പറഞ്ഞിട്ടാണ് രാജേഷ് കൃഷ്ണയുടെ മാനനഷ്ട കേസ്. അപ്പോൾ ഇപ്പോൾ ഇവരന്വേഷിക്കുന്നത് പരാതി എങ്ങനെ പുറത്തായി. പരാതി പുറത്തായത് ഈ മുഹമ്മദ് ഷർഷാദ് തന്നെ പുറത്താക്കി. അല്ല, രാജേഷ് കൃഷ്ണ ഡൽഹി ഹൈക്കോടതിയിൽ പോളിറ്റ് ബ്യൂറോയ്ക്ക് പോളിറ്റ് ബ്യൂറോയ്ക്ക് ഷർഷാദ് കൊടുത്ത കത്താണെന്നും പറഞ്ഞ അഫിഡവിറ്റ് സഹിതം അത് ഹാജരാക്കിയിട്ടുണ്ട്. അതേന്ന് അദ്ദേഹത്തിൻ്റെ ഹർജിയുടെ ഒരു ഭാഗമാണ് ഈ കത്ത്. അനക്ഷര പോലുമല്ല, മെയിൻ ബോഡിയുടെ പാർട്ടാണ്. മാനനഷ്ടം സംഭവിച്ചത് എങ്ങനെ എന്ന് കോടതിക്ക് ബോധ്യം വരണ്ടേ. അപ്പോൾ അതാ ഈ കത്തിൽ അടിസ്ഥാനരഹിതമായി ഇന്ന ആരോപണങ്ങൾക്ക് ആ കത്തിൻ്റെ പൂർണ്ണരൂപം അങ്ങേര് കൊടുത്തു. അത് കൊടുക്കാതിരിക്കാൻ പറ്റില്ല. നിങ്ങൾക്ക് മാനനഷ്ടം സംഭവിച്ചു, എന്താ കാര്യം എന്ന് ചോദിക്കുമ്പോൾ ഈ കത്താണ് കാര്യം. ഈ കത്ത് പാർട്ടി പോളിറ്റ് ബ്യൂറോ അംഗമായ അശോക് ധാവളയ്ക്ക് കൊടുത്തതാണ്. ആർക്ക് കൊടുത്തതെങ്കിലും ആയിക്കോട്ടെ, ഈ കത്ത് മുഹമ്മദ് ഷർഷാദ് തന്നെ പുറത്താക്കി സർക്കുലേറ്റ് ചെയ്തു. ഇതാണ് രാജേഷ് കൃഷ്ണയുടെ കേസ്. അതിന് മുഹമ്മദ് ഷർഷാദ് ഇട്ട ഫേസ്ബുക്ക് പോസ്റ്റിൻ്റെ പ്രിൻ്റ് ഔട്ടും രാജേഷ് കൃഷ്ണ ഹാജരാക്കി. ഞാനിങ്ങനെ പോളിറ്റ് ബ്യൂറോയ്ക്ക് പരാതി കൊടുത്തിട്ടുണ്ടെന്നും എന്നിട്ട് ആ പരാതികളെ കുറച്ച് ഒരു പാരഗ്രാഫോളം അത് ഫോട്ടോയോ PDF ആക്കിയിട്ട് അതും ഫേസ്ബുക്ക് പോസ്റ്റിലുണ്ട്. പരാതിയുടെ പൂർണ്ണരൂപം വേണ്ടവർ എന്നെ സമീപിക്കുക. ഇങ്ങനെ ചെയ്തു. എന്നിട്ട് ആ വാർത്ത മെയിൻ സ്ട്രീം മീഡിയയിലും സോഷ്യൽ മീഡിയയിലും ഒരുപാട് പരന്നു. അങ്ങനെ എനിക്ക് മാനഹാനി ഉണ്ടായി. ആ കത്തിൻ്റെ പൂർണ്ണരൂപം ഇതാണ് എന്ന് പറഞ്ഞിട്ടാണ് രാജേഷ് കൃഷ്ണ ഡിഫമേഷൻ സ്യൂട്ട് ഫയൽ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത് ചോർന്നെങ്കിൽ അത് ചോർന്നത് പോളിറ്റ് ബ്യൂറോയിലല്ല, ഈ മുഹമ്മദ് ഷർഷാദ് തന്നെ പബ്ലിക്കിന് കൊടുത്തു. ഇതാണ് രാജേഷ് കൃഷ്ണയുടെ വാദം. കാരണം അതിൽ പറഞ്ഞിരുന്നു ഈ കത്ത് വേണ്ടവരെന്നെ സമീപിക്കുന്നു, ആ അർത്ഥത്തിൽ, വാക്ക് കൃത്യമായൊന്നുമല്ല. അപ്പോൾ അത് സർക്കുലേറ്റ് ചെയ്തു. അങ്ങനെ എനിക്ക് നാണക്കേടുണ്ടായി. അത് സോഷ്യൽ മീഡിയയെ ഏറ്റെടുത്തു, മെയിൻ സ്ട്രീം മീഡിയയെ ഏറ്റെടുത്തു. മെയിൻ സ്ട്രീം മീഡിയയിൽ ഈ വാർത്ത ചെയ്ത ഭീമന്മാരാണ് ഏഷ്യാനെറ്റ്, മാതൃഭൂമി, എക്സെട്ര. കുറേ ഓൺലൈൻകാർ അത് ഇതൊക്കെയാണ്. എല്ലാവരെയും എതിർകക്ഷികളാക്കിയിട്ട് കേസ് ഫയൽ ചെയ്തു. ഇതിപ്പോൾ പോളിറ്റ് ബ്യൂറോയിൽ നിന്ന് ചോർന്നു എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ഷർഷാദ് പറയുന്നതിൽ കാര്യം എന്താ? ഇദ്ദേഹം തന്നെ ഇത് ചോർത്തി എന്നാണ് രാജേഷ് കൃഷ്ണയുടെ അലിഗേഷൻ. മാത്രമല്ല ഈ ഇട്ട ഫേസ്ബുക്ക് പോസ്റ്റും അതിൻ്റെ കോപ്പിയും ഒക്കെ രാജേഷ് കൃഷ്ണ കൊടുക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ ഗോവിന്ദൻ്റെ മകൻ ശ്യാംജിത്തിനെയും പിടിച്ചിടുന്നതിനാ? അത് പിടിച്ചിടുന്നത് ഗോവിന്ദൻ മാധവ് പൊതുവാളിനെ പോയി കണ്ടു. മാധവ് പൊതുവാളിനെ പോയി കണ്ടത് എനിക്ക് മുഖ്യമന്ത്രിയാകാൻ പറ്റുമോ എന്ന്. റൂട്ട് വേറെയാണല്ലേ? അപ്പോൾ പിണറായി വിജയൻ തോന്നി, ഓഹോ അപ്പോൾ ഞാൻ ചത്ത് കട്ടിലൊഴിയാനിരിക്കുകയാണ് ഇവൻ, എന്നാൽ ഇവനെ കാണിച്ചു തരാം. അങ്ങനെ ഈ കത്ത് പോളിറ്റ് ബ്യൂറോയിൽ നിന്ന് ചോർന്നതാണെന്നും ഇത് ചോർത്തിയത് MV ഗോവിന്ദൻ്റെ മകനാണെന്നും പറഞ്ഞ് ഷർഷാദിനെ കൊണ്ട് ബഹളം വെച്ചു. പിണറായി ഓപ്പറേഷനാണോ അത്? ആവാനാണ് സാധ്യത. കാരണം MV ഗോവിന്ദൻ ഇപ്പോൾ ടാർഗറ്റ് ചെയ്യേണ്ട ആവശ്യം പിണറായി വിജയനാണ് ഉള്ളത്. ആ ഗോവിന്ദൻ മാധവ് പൊതുവാളിനെ പോയി കണ്ടു എന്നുള്ളതാണ് അതിൻ്റെ പ്രകോപനം. വൈൽഡ് സ്പെക്കുലേഷൻ ആണോ? വൈൽഡ് അതല്ലാതെ വേറൊരു ന്യായം കാണുന്നില്ല. കാരണം ഈ സാധനം പറഞ്ഞില്ലേ, ഇത് നേരത്തെ തന്നെ ഷർഷാദ് പുറത്താക്കിയതാണ് അഥവാ ആക്കിയതാണ് എന്ന് രാജേഷ് കൃഷ്ണ പറയുന്നു. അത് ഞാൻ പരാതി കൊടുത്തു എന്നൊക്കെ പറഞ്ഞുള്ള ഫേസ്ബുക്ക് പോസ്റ്റിൻ്റെ ആ കഷ്ണം ഞാൻ കണ്ടു. ബാക്കി അതിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്തോ പിടിച്ചോ എന്ന് ഞാൻ അങ്ങേരുടെ ഫേസ്ബുക്കിൽ ഗോവിന്ദനെ ഫിനിഷ് ചെയ്യാം. ഗോവിന്ദന് ഫിനിഷൊന്നും ചെയ്യില്ല.
ഗോവിന്ദൻ്റെ അനാവശ്യമായ മോഹങ്ങൾ അവസാനിപ്പിക്കുക. വെച്ച് അവസാനിപ്പിക്കുക. റിയാസിൻ്റെ സാധ്യതയ്ക്ക് ഒരു മങ്ങലും ഉണ്ടാവരുത്, അങ്ങനെ പറയാമല്ലോ. അങ്ങനെയും പറയാം. പക്ഷേ ഇതിനകത്ത് നമ്മൾ കാണാത്ത വേറെ ചില കാര്യങ്ങളുണ്ടല്ലോ. അതായത് വിദേശ നാണ്യ വിനിമയ ചട്ടം ലംഘിച്ച് ഒരു സ്വകാര്യ സെക്യൂരിറ്റി കമ്പനിയുടെ 74% വരുന്ന വലിയ തുക തിരഞ്ഞെടുപ്പ് സമയത്ത് മന്ത്രിമാർക്കും നേതാക്കന്മാർക്കും വന്നു നിന്ന്, പിന്നെ മേഴ്സിക്കുട്ടിയമ്മ മന്ത്രിയായിരിക്കുന്ന സമയത്ത് മറ്റേ ആഴക്കടൽ മത്സ്യബന്ധനവുമായി ബന്ധപ്പെട്ട് ഉള്ള ചില ഇടപാടുകൾ, അന്ന് ലണ്ടൻ സംഘം വന്നതിൽ ഈ രാജേഷ് കൃഷ്ണ ഉൾപ്പെടെയുള്ളവരായിരുന്നു, ഒരു സായിപ്പേ ഉണ്ടായിരുന്നുള്ളൂ എന്നൊക്കെ പറഞ്ഞ് ചില അതൊക്കെ വലിയ കടൽക്കൊള്ളയായിരുന്നു. ഷർഷാദിൻ്റെ ആ പരാതി ഞാൻ വായിച്ചു. ഷർഷാദിനോട് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്, ഇനിയെങ്കിലും ഇത്തരം പരാതികൾ തയ്യാറാക്കുമ്പോൾ സാമാന്യം നല്ല ഇംഗ്ലീഷ് അറിയാവുന്നവരെ കൊണ്ട് ഡ്രാഫ്റ്റ് ചെയ്യിക്കുക. കാരണം ആ പരാതി വായിച്ച് മനസ്സിലാക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്. ഒരുപാട് വികാരഭരിതമായിട്ടും എഴുതിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ആയിരിക്കാം അതിനങ്ങനെ ഒരു അറ്റവും മൂലയൊക്കെ ഒപ്പിച്ച് ഒരു കാര്യം നമുക്ക് മനസ്സിലാവുന്നുണ്ട്. അയാൾ തന്നെ ചെയ്തതായിരിക്കും. തെറ്റ് വന്നാൽ ഓക്കെ, തെറ്റ് എല്ലാവർക്കും ഒക്കെ വരാറൊക്കെയുണ്ട്. ബട്ട് ഈ ആശയം തന്നെ, അർത്ഥം തന്നെ മനസ്സിലാകാത്ത രീതിയിലുള്ള തെറ്റ്, ഇതൊക്കെ അതിനകത്ത് സംഭവിച്ചിട്ടുണ്ട്. ബട്ട് സീരിയസ് അലിഗേഷനായിട്ട് പുള്ളി പറയുന്നത്, അലിഗേഷനായിട്ടല്ല അത് പറയുന്നത്. ഷർഷാദ് ഒരു അപകടത്തിൽപ്പെട്ടു, ഫെഡറൽ ബാങ്കിൽ നിന്ന് ലോൺ എടുക്കുകയോ എന്തോ ചെയ്തു, മന്ത്രി അത് വ്യക്തമായിട്ട് പുള്ളി പറയുന്നില്ല. പുള്ളിയുടെ അക്കൗണ്ട് ഫെഡറൽ ബാങ്ക് ഓപ്പറേറ്റ് ചെയ്യാൻ സമ്മതിക്കുന്നില്ല. ആ അർത്ഥത്തിൽ അവിടെയാണ് ഞാൻ പറഞ്ഞത്, കൃത്യമായിട്ട് ഇഷ്യൂ മനസ്സിലാകുന്നില്ല. അത് കഴിഞ്ഞിട്ട് അത് രാജേഷ് കൃഷ്ണയോട് പറഞ്ഞു. രാജേഷ് കൃഷ്ണ ഞാനതിപ്പോൾ ശരിയാക്കി തരാമെന്ന് പറഞ്ഞു. പിന്നെ പുള്ളി കാണുന്നത് ഈ തോമസ് ഐസക്, ധനകാര്യമന്ത്രി, ഫെഡറൽ ബാങ്കിൻ്റെ ഹെഡ് ഓഫ് റിക്കവറി, അങ്ങേരെ വിളിച്ചിട്ട് ഈ സംഭവം തീർത്ത് കളയും. ബാങ്കുകാർ ഞെട്ടിപ്പോയെന്നാണ് പറയുന്നത്. ബാങ്കിൻ്റെ മാനേജർ, ഇങ്ങനെ ഓപ്പറേറ്റ് ചെയ്യുന്ന ബാങ്കിൻ്റെ മാനേജർ അത്ഭുതപ്പെട്ടു പോയി, ഇങ്ങനെയൊക്കെ സംഭവിക്കും. ബട്ട് ഇതിലൊക്കെയുള്ള കുഴപ്പം ഇതൊക്കെ അപ്പോൾ അന്വേഷിക്കേണ്ടതാണ്. ഈ ധനകാര്യമന്ത്രി ഫെഡറൽ ബാങ്കിന് ഷെഡ്യൂൾഡ് ബാങ്കാണ്. അവരെ വിളിച്ചിട്ട് ബാങ്കിങ് നടപടികൾ മുന്നോട്ട് പോകരുതെന്നൊക്കെ പറഞ്ഞാൽ അത് പ്രയാസമാണ്. ബിക്കോസ് ദേ ആർ ബീയിങ് മോണിറ്റേർഡ് ബൈ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. അവർക്ക് ഓരോ ആഴ്ചയും അവരുടെ റീജിയണൽ ഓഫീസിലേക്ക് റിപ്പോർട്ട് അയക്കണം. ഇത് എന്താ ഇത് ചെയ്യാത്തത്, തോമസ് ഐസക് വിളിച്ച് പറഞ്ഞിട്ടാണെന്ന് എഴുതി വയ്ക്കാൻ പറ്റുമോ കമ്പ്യൂട്ടറിൽ? സോ അതൊരു അൺലൈക്ലി ഇവൻ്റാണ്. ബട്ട് അത് ചെയ്തു എന്ന് ഇദ്ദേഹം പറഞ്ഞ സ്ഥിതിക്ക് അത് അന്വേഷിക്കും. ഇപ്പോൾ അത് പബ്ലിക് ഡൊമൈനിൽ വന്നു. ഇതുപോലെ ശ്രീരാമകൃഷ്ണനെ പറ്റി പുള്ളി പറയുന്നത്, രാജേഷ് കൃഷ്ണയുടെ കയ്യിലെ കളിപ്പാവയാണ്. ഇംഗ്ലണ്ടിൽ പോയി കഴിഞ്ഞാൽ പിന്നെ രാജേഷ് കൃഷ്ണയാണ് തീരുമാനിക്കുന്നത്. ഇവരുടെ മാത്രമല്ല, എത്ര പേരുടെ പേരുണ്ടെന്നറിയാമോ അതിൽ? മുഖ്യമന്ത്രി, പി ശശി, ഗോവിന്ദൻ, പി രാജീവ്, തോമസ് ഐസക്, പി രാജീവ്, എം പി രാജേഷ്, ഇങ്ങനെ പോയി ദീപാ നിശാന്ത് വരെയുണ്ട്. ദീപാ നിശാന്ത് ഉണ്ടോ? അത് ഞാൻ കണ്ടില്ല കേട്ടോ. ദീപാ നിശാന്തിൻ്റെ പേരുണ്ട് പരാതിയിൽ. അതില്ലായിരുന്നു. അതായത് ഈ രാജേഷ് കൃഷ്ണയുടെ മായിക സ്വാധീനത്തിൽപ്പെട്ട ആളുകളുടെ ലിസ്റ്റാണ് പുള്ളി എഴുതുന്നത്. അതിൽ ദീപാ നിശാന്ത് ഉണ്ട്. ദീപാ നിശാന്ത് വഴി എന്ത് നിശാന്ത് വഴി സ്വാധീനിക്കുകയല്ല, രാജേഷ് കൃഷ്ണ ദീപാ നിശാന്തിനെ സ്വാധീനിച്ചു. എന്നിട്ട് എന്തെടുക്കാനാ എന്ന് വെച്ചാൽ രാജേഷ് കൃഷ്ണയ്ക്ക് അനുകൂലമായ ഒരു അന്തരീക്ഷം കേരളത്തിൽ സൃഷ്ടിക്കുക. രാജേഷ് കൃഷ്ണ വലിയൊരാളാണ്. സാംസ്കാരിക മുഖമായിട്ട് വേറെയും സാംസ്കാരിക നായരുടെ ഞാനിപ്പോൾ മറന്നുപോയി, അവരുടെയൊക്കെ പേരൊക്കെ പറയുന്നുണ്ട്. ഇതെല്ലാം എന്നിട്ട് പുള്ളി പറയുന്നു പൊളിറ്റിക്കൽ കൾച്ചറൽ ലിറ്ററസി. കെ ആർ മീരയുടെ പേരുണ്ട്. ഇവരുടെ എല്ലാം പേര് ഇവരെന്തെങ്കിലും അഴിമതി ചെയ്തു എന്നല്ല പുള്ളി പറയുന്നത്. രാജേഷ് കൃഷ്ണയുടെ സ്വാധീനത്തിൽ വന്ന കേരളത്തിലെ പ്രമുഖരായ ആൾക്കാർ, അതിൽ രാഷ്ട്രീയക്കാരുണ്ട്, ലിറ്റററി ഫിഗേഴ്സുണ്ട്, കെ ആർ മീരയെ പോലെ, ദീപാ നിശാന്തിനെ പോലെ, പിന്നെ സാംസ്കാരിക നായകർ എന്ന് പറയുന്നു. പ്രത്യേകിച്ചൊരു ഒന്നും ചെയ്യാത്ത ആളിനെ സാംസ്കാരിക നായകനെന്ന് വിളിക്കുമല്ലോ. പുള്ളി ഇങ്ങനെ വാചകമൊക്കെ അടിച്ചിട്ടുണ്ട്. എനിക്കും തോന്നാറുണ്ട് അത് ഞാൻ തരക്കേടില്ല, അതൊരു സാംസ്കാരിക നായകൻ. കണ്ണാടിയിലൊക്കെ നോക്കി കഴിയുമ്പോൾ ഒരു മോശം. പിന്നെയും ആത്മവിശ്വാസം വേണ്ടിയെടുത്ത് സാംസ്കാരിക നായകൻ. ഇതാണ് നായകന്മാരുടെ കഥ. അപ്പോൾ ഇവരുടെ എല്ലാം പേരുകൾ പുള്ളി എഴുതിയിട്ടുണ്ട്. രാജേഷ് കൃഷ്ണയുടെ സ്വാധീനത്തിൽ വന്നു, അല്ലാതെ എന്തെങ്കിലും അഴിമതി ചെയ്യുന്നോ കാശ് മേടിച്ചെന്നോ അല്ല. അല്ല, ഇപ്പോൾ ഈ ജനറലി ചേട്ടൻ പറഞ്ഞു വരുന്നത് ഇതിനകത്ത് വലിയ കഴമ്പൊന്നുമില്ല എന്നാണോ? കഴമ്പുണ്ട്. അത് വേറെയാണ്. ഷർഷാദിൻ്റെ ഭാര്യ റത്തീന
റസീനയുടെ അക്കൗണ്ടിലേക്ക് രാജേഷ് കൃഷ്ണ കോടികൾ ട്രാൻസ്ഫർ ചെയ്തുകൊണ്ടിരുന്നു. അത് തെരഞ്ഞെടുപ്പ് ആവശ്യത്തിനും മറ്റാവശ്യങ്ങൾക്കും പലർക്കും കൊടുത്തു. പാർട്ടിയിലെ പല പ്രമുഖർക്കും. മുൻ ഭാര്യയാണ്. അവിടെ പേരൊന്നും എഴുതിയിട്ടില്ല. മുൻ ഭാര്യയെങ്കിൽ മുൻ ഭാര്യ. അവരുടെ കുടുംബം രാജേഷ് കൃഷ്ണ തകർത്തു എന്ന് പറഞ്ഞ് ആ പോർഷൻ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല. എന്തൊക്കെ പറഞ്ഞാലും ഒരു കുടുംബമാണ്, നമുക്ക് അത് വിടാം. അപ്പോൾ രഥീനയുടെ അക്കൗണ്ടിലേക്ക് ഈ പൈസ വന്നുകൊണ്ടിരുന്നു. രാജേഷ് കൃഷ്ണ തന്നെയാണ് രഥീനയുടെ അക്കൗണ്ടും ഓപ്പറേറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. ഇത് ശരിയല്ല എന്ന് ഷർഷാദ് പറഞ്ഞു. അപ്പോഴത്തേക്ക് രഥീനയ്ക്ക് ഷർഷാദിനേക്കാൾ വിശ്വാസം രാജേഷ് കൃഷ്ണയായി. ഷീ വാസ് ലിഫ്റ്റഡ്. അവർക്കെന്തോ ഇതൊക്കെ ഈ ആഴക്കടൽ മത്സ്യബന്ധനമോ ശുചിത്വ സാഗരം അങ്ങനെയൊരു പദ്ധതി ഉണ്ടാക്കി. അത് ഇംഗ്ലണ്ടിൽ നിന്ന് അതിന് കാശ് വരുമെന്നൊക്കെ പറഞ്ഞിട്ട് ആ പാവം മേഴ്സിക്കുട്ടിയമ്മയെ പിടിച്ച് അതിനകത്തിട്ട് അവരും കുറേ ഫോട്ടോയൊക്കെ എടുത്ത് ഇങ്ങനെ ഒക്കെ തിരിമറികളൊക്കെ നടത്തി എന്നുള്ളതാണ് ഷർഷാദിൻ്റെ ആരോപണം. ഇതൊക്കെ നടന്നതാണോ നടക്കാത്തതാണെന്ന് അറിയില്ല. പക്ഷേ ഇത്തരം ഫോട്ടോസൊക്കെ സോഷ്യൽ മീഡിയയിൽ ഉണ്ടെന്നും ഒക്കെ പറയുന്നു. ഞാൻ ഫോട്ടോ തിരയാനൊന്നും പോയില്ല. ഇങ്ങേരുടെ ആരോപണമാണ് ഞാൻ പറയുന്നത്, ഷർഷാദിൻ്റെ ആരോപണം. അപ്പോൾ അതിൽ ഗുരുതരമായ ആരോപണം ഈ പറഞ്ഞ തോമസ് ഐസക്ക് ഫെഡറൽ ബാങ്കിനെ വിളിച്ച് സ്വാധീനിച്ചു എന്നുള്ളതും പിന്നെ രഥീനയുടെ അക്കൗണ്ടിൽ പൈസ വരികയും അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുകയും ചെയ്തു. അത് അക്കൗണ്ടിൽ വന്നതായതുകൊണ്ട് നമുക്ക് പരിശോധിക്കാൻ പറ്റും ഇത് ആർക്കൊക്കെയാണ് ആ അക്കൗണ്ടിൽ നിന്ന് പൈസ പോയത്, ഏത് സമയത്താണ് പോയത്, തിരഞ്ഞെടുപ്പോ അല്ലെങ്കിൽ അല്ലാത്തപ്പോഴോ ഒക്കെ അത് കണ്ടുപിടിക്കാൻ പറ്റും. പക്ഷേ ഈ പൈസ കൊടുത്തത് പാർട്ടിക്കും പാർട്ടിയിലെ പല നേതാക്കൾക്കുമാണ് എന്നാണ് പുള്ളി പറഞ്ഞിരിക്കുന്നത്. അവിടെ പേര് പറഞ്ഞിട്ടില്ല. പേരുകൾ മുഴുവൻ അദ്ദേഹം വിഭ്രപഞ്ചരംഗമായ രീതിയിൽ എഴുതുന്നത് ഇദ്ദേഹത്തിൻ്റെ സ്വാധീന വലയത്തിൽ വന്ന ആൾക്കാരാണ്. സ്വാധീന വലയത്തിൽ വന്നു എന്ന് വിചാരിച്ചിട്ട് അവരെന്തെങ്കിലും അഴിമതി ചെയ്തെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അതെ, സ്വാധീനത്തിൽപ്പെട്ടു. മോഹൻലാൽ വിളിച്ചു എന്നൊക്കെ പറഞ്ഞു സ്വാധീനമുണ്ട്. അങ്ങനെ രാജേഷ് കൃഷ്ണ എന്ന വ്യക്തി അത്ഭുതപ്പെടുത്തുന്ന വ്യക്തിയാണ്. അത് UK പാർട്ടി സംഘടനയുടെ മേധാവിയാണ്. ഞാനിപ്പോഴാണ് അറിയുന്നത്. ഇവിടെ ഇന്ത്യയിൽ ഇല്ലാഞ്ഞിട്ടായിരിക്കാം ഇവർ ഇംഗ്ലണ്ടിൽ കൊണ്ടുവരും. AIC എന്നാ മറ്റേ അതിൻ്റെ പേര്, പാർട്ടി ഘടകം. AIC എന്നാണ് അതിന് പേരിട്ടിരിക്കുന്നത്. എന്താണ് ഇതിന് ഫുൾ ഫോം അറിയത്തില്ല. അതിപ്പോൾ എന്തെങ്കിലുമൊക്കെ ഏതായാലും ഈ പാർട്ടി ബേസിക്കലി വലിയ പണക്കാരുടെ കയ്യിലാണ്. ഇതൊക്കെ നമുക്ക് നേരത്തെ അറിയാം. ഈ സിന്ദാബാദ് വിളിച്ച് നടക്കുന്ന പിള്ളേരൊക്കെ ചുമ്മാ തലകൊണ്ട് വഴിയാധാരമാകും. അതിൽ രണ്ടോ മൂന്നാണ് ചിലപ്പോൾ കയറിപ്പോകും കേട്ടോ, ഈ കളികൾ മനസ്സിലാക്കുന്നത്. ബാക്കിയൊക്കെ പാർട്ടിയുടെ അജണ്ട അത് ഇതൊക്കെ തീരുമാനിക്കുന്നത് വമ്പൻ പണച്ചാക്കുകൾ. അതെ അതെ. അപ്പോൾ അതിനകത്തെ ഏറ്റവും താഴത്തെ പടിയിൽ നിൽക്കുന്നവരാണ് ഈ രാജേഷ് കൃഷ്ണ, ഈ മുഹമ്മദ് ഷർഷാദ്, ഇതുപോലുള്ളവരൊക്കെ ഏറ്റവും താഴെക്കടയിലുള്ള ശക്തികളാണ്. ഇതിലും വലിയ ഭീമന്മാരിഞ്ഞ് വരാനിരിക്കുന്നു. അതെ അതെ. ഏതായാലും ഇത് ഗോവിന്ദനെ സംബന്ധിച്ച് അത്യാവശ്യം വിഷമമുണ്ടാക്കുന്നൊരു സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ട് ഇപ്പോൾ. അല്ല, ഗോവിന്ദന് ബോൾഡായിട്ട് ഇതൊക്കെ നിഷേധിക്കാം. ബോൾഡായിട്ട് ഇത് നിഷേധിക്കാം. ഞാനായിട്ട് ഗോവിന്ദന് ഒരു രക്ഷാമാർഗം പറഞ്ഞു കൊടുക്കുന്നില്ലേ? അങ്ങനെ ഇപ്പോൾ സൂചിക്കാം. ഫ്രീ അഡ്വൈസ് ഇല്ല, ഞാനത് ചെയ്ത് അങ്ങനെ ഇന്നിപ്പോൾ വഴിയുണ്ട്. അപ്പോൾ എന്തോ ഒരു വഴിയുണ്ട്. വഴിയൊക്കെ ഉണ്ട്. ഏത് ദുരിതത്തിനകത്തും ഒരു 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 എന്താ വെള്ളിരേഖ കാണാൻ പറ്റും. അത് ഗോവിന്ദൻ വലിയ ബുദ്ധിയുള്ള ആളല്ലേ, പുള്ളി ഞാൻ കണ്ടുപിടിച്ചോട്ടെ. പുള്ളി ഇന്നിപ്പോൾ പത്രസമ്മേളനം നടത്തുമെന്നൊക്കെ പറഞ്ഞിരുന്നു ഡൽഹിയിൽ, കേരള ഹൗസിൽ. ഇന്ന് പോളിറ്റ് ബ്യൂറോ കേന്ദ്ര കമ്മിറ്റി കൂടുന്നുണ്ട്. അപ്പം ബേബിക്ക് ഷർഷാദ് പരാതി കൊടുത്തിട്ടുണ്ട്. ആ പരാതി പുറത്തു വന്നു. അതാണ് അതിനത്ഭുതം. ഇപ്പം ഈ ഓഗസ്റ്റ് 12 കൊടുത്ത ഇമെയിലാണ്. ആ ഇമെയിൽ പുറത്തു വന്നു. അതും ചോർന്നു. ഇപ്പം കംപ്ലീറ്റ് ചോർച്ച എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ ചെറിയ ദ്വാരത്തിൽ കൂടെ ഇങ്ങനെ വെള്ളം ചോരുമ്പോഴാണ് ചോർച്ച. ഇത് അടി തന്നെ പോയിരിക്കുക. അതിനകത്ത് ഇട്ട് കഴിഞ്ഞാൽ ഇതിലെ താഴത്തോട്ട് പോകും. 12-ാം തീയതി കൊടുത്ത മെയില് ഉച്ചയായപ്പോൾ അത് പുറത്തു വന്ന് മാധ്യമങ്ങളിൽ അത് കാണിക്കാൻ തുടങ്ങി. ഷർഷാദ് അന്തം വിട്ടു. MA ബേബിക്ക് ഇൻ്റർനാഷണൽ ആളാണ്. അതെ അതെ. ജോസഫ് സ്റ്റാലിൻ്റെ സ്ഥാനം വഹിക്കുന്ന ആളാണ്. പിന്നെ ജനറൽ സെക്രട്ടറി അങ്ങേർക്ക് കൊടുത്ത് മെയിൽ ചോർന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഒരു കാര്യം ഉറപ്പായി, അവിടെയൊക്കെ ഇരിക്കുന്നത് കേരള പാർട്ടിയുടെ ആൾക്കാരാണ്, കേന്ദ്ര കമ്മിറ്റിയിൽ മുഴുവൻ. ആരിതൊക്കെ കൈകാര്യം ചെയ്യുന്നതല്ലേ? കൈകാര്യം ചെയ്യുന്നതിന് ഇതിൻ്റെ ഒരു ഫോട്ടോ കോപ്പി എടുത്തു കഴിഞ്ഞാൽ അറിയാൻ പറ്റില്ല. അതാണ് സംഭവം. ഏതായാലും ഇത് എനിക്ക് ഇന്നും മനോരമ പത്രം ഒരു പേജ് നിറയാണ് ഈ കഥകൾ കൊടുത്തിരിക്കുന്നത്. മാതൃഭൂമി 1.5 പേജ് നിറച്ച് ആണല്ലേ? പിന്നെ എല്ലാവർക്കും കൊയ്ത്തിലെ. കാരണം
ഇത്ര എത്ര വലിയ കത്താണെന്നറിയാമോ അത്? 22 26 പേജുണ്ട് അത്. ശരി. എനിക്ക് കിട്ടിയിട്ട് അതൊന്ന് വായിക്കാനുള്ള ഇതില്ല. കാരണം ഒന്നാമത് അസാമാന്യമായ വ്യാകരണ തെറ്റും ഒരു കാര്യം മനസ്സിലാക്കിയെടുക്കാൻ. പിന്നെ ഒരു സീക്വൻസിലൊന്നും അല്ല എഴുതിയിരിക്കുന്നത്. ചിലതൊക്കെ സീക്വൻസാണ്. ചില സ്ഥലത്ത് എത്തിക്കഴിയുമ്പോൾ പുള്ളിക്ക് വികാര പാരവശ്യം കൊണ്ട് ആ സീക്വൻസ് അങ്ങ് തെറ്റിപ്പോവുക, ഇതൊക്കെ സംഭവിച്ചിട്ടുണ്ട്. ഏതായാലും ഹൃദയം തകർന്ന് എഴുതിയ ഒരു കത്താണിത് മുഹമ്മദ് ഷർഷാദ് എഴുതിയിരിക്കുന്നത്. അത് നമുക്ക് വായിച്ചാൽ ഇത് തീരില്ല. എന്തായാലും വിവാദം കുറച്ച് ദിവസം കൂടെ കത്തിപ്പടരും. ഞാൻ അതുകൊണ്ടാണ് ഈ അദ്ദേഹത്തിൻ്റെ കുടുംബത്തെ പറ്റിയുള്ള പരാമർശം നമുക്ക് ഒഴിവാക്കാമെന്ന് പറഞ്ഞാൽ. അതൊക്കെ മോശമാണ്. നമ്മളത് കത്ത് കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് അത് പബ്ലിക് ഡോക്യുമെൻ്റാണ്. അതുകൊണ്ട് നമ്മൾ പറയുന്നത് ഷർഷാദ് മുമ്പൊരിക്കൽ ഒരു മലയാളത്തിലെ ഒരു പ്രധാനപ്പെട്ട നടനെ കുറിച്ച് ഒരു അലിഗേഷൻസ് പറഞ്ഞിരുന്നു. ഇതിൽ മമ്മൂട്ടിയെ ലഘുവായിട്ടൊന്ന് പറ്റിച്ചതായിട്ട് ഈ പരാതിയിലുണ്ട്. ഈ റഥീന ഇംഗ്ലണ്ടിൽ പോയപ്പോൾ മമ്മൂട്ടി പറഞ്ഞു, ഇവർ 2012 മമ്മൂട്ടിയെ കോണ്ടാക്ട് ചെയ്യുന്നുണ്ട് ഒരു സിനിമ പിടിക്കുന്ന സമയം. മമ്മൂട്ടി പറഞ്ഞു എൻ്റെ ഡേറ്റൊക്കെ ഒരുപാട് താമസിക്കും, നോക്കാം നമുക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെയും ഇവർ കോണ്ടാക്ട് ചെയ്തപ്പോൾ മമ്മൂട്ടി പറഞ്ഞു, മലയാളം സിനിമയല്ലേ, നിങ്ങൾ എറണാകുളത്ത് പോയി സെറ്റിൽ ചെയ്തോ, എന്നിട്ട് അതിൻ്റെ ഫോർമാലിറ്റീസൊക്കെ തീർക്കുന്നു. അപ്പോൾ ഇവർ എറണാകുളത്ത് വന്നു, ഇവിടെ സെറ്റിലായപ്പോൾ ഫെഫ്കയിൽ നിന്ന് രജിസ്ട്രേഷൻ ഇതൊക്കെ എടുക്കണം. അത് നേരെ ചൊവ്വേ മുന്നോട്ട് പോകുന്നില്ല. അതിനും രാജീവ് കൃഷ്ണയോട് പറഞ്ഞു. രാജീവ് കൃഷ്ണയാണ് ഫെഫ്കയിലെ കാര്യങ്ങളൊക്കെ മൂവ് ചെയ്തിട്ട്. അപ്പോൾ പുള്ളി ഹൈലി ഇൻഫ്ലുവൻഷ്യലാണ്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഇവർ വലിയ ഇമ്പ്രസ്ഡായി. അത് കഴിഞ്ഞ് വീണ്ടും ഇവർ ഇയാളുടെ സെക്യൂരിറ്റി കമ്പനി തുടങ്ങി. അതിൽ റഥീന പാർട്ട്ണറായി. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇംഗ്ലണ്ടിൽ പോയി. ഇംഗ്ലണ്ടിൽ പോകുമ്പോൾ മമ്മൂട്ടി പറഞ്ഞു, അവിടെ സ്റ്റുഡിയോ ഉണ്ട്, അവിടെ ഒന്ന് കയറി നോക്കിയിട്ട് വാ എന്ന് പറഞ്ഞു. ഇവർ സ്റ്റുഡിയോയിൽ പോയില്ല. എന്നിട്ട് പുള്ളി എഴുതാണ്, ടു കൺവിൻസ് മമ്മൂട്ടി ഷീ ടുക്ക് എ ഫോട്ടോഗ്രാഫ് ഇൻ ഫ്രണ്ട് ഓഫ് ദ സ്റ്റുഡിയോ. എന്നിട്ട് അത് മമ്മൂട്ടിക്ക് അയച്ചു കൊടുത്തു. സ്റ്റുഡിയോ ഒക്കെ ഞാൻ കണ്ടു ചേട്ടാ. മമ്മൂട്ടി ഇവർ കണ്ടില്ലെങ്കിൽ അങ്ങനെയൊന്നുമില്ല. ഒടുവിൽ മമ്മൂട്ടി അവരുടെ ഒരു പുഴു എന്ന സിനിമയിൽ അഭിനയിക്കുകയും. രാജേഷ് കൃഷ്ണ നിർമ്മാതാവായിരുന്നു. അപ്പോൾ ഈ മമ്മൂട്ടി ഈ ഫോട്ടോ കാണിച്ച് പറ്റിക്കേണ്ട കാര്യമൊന്നും ഉണ്ടായിരുന്നില്ല. എനിക്ക് സ്റ്റുഡിയോയിൽ പോകാൻ പറ്റിയില്ല എന്ന് പറഞ്ഞാൽ മമ്മൂട്ടി എന്താ പോകത്തെന്നൊക്കെ ചോദിക്കാനൊന്നും പോണില്ലല്ലോ. അദ്ദേഹം ഗ്രേസ്ഫുള്ളായിട്ട് വേറെ ഇവർ എന്ത് ചെയ്യുന്നു എന്നുള്ളതൊന്നും പുള്ളിക്ക് വിഷയമല്ല. ബട്ട് പുള്ളിയെ ചെറുതായിട്ടൊന്നും പറ്റിച്ചു. അതിൻ്റെ മുമ്പിൽ നിന്ന് ഫോട്ടോ എടുത്തിട്ട് ഞാൻ വിസിറ്റ് എന്നൊക്കെ പറഞ്ഞ് എവിഡൻസ് ആക്കും. അതങ്ങനെ തന്നെ എഴുതിയിരിക്കുന്നു, ടു കൺവിൻസ് ഹിം ഷീ ടുക്ക് എ ഫോട്ടോഗ്രാഫി ഇൻ ഫ്രണ്ട് ഓഫ് ദ സ്റ്റുഡിയോ. ഇപ്പം ഇങ്ങനെയുള്ള ചില കുസൃതികളും ഒക്കെ കാണിച്ചിട്ടൊക്കെ ഉണ്ട്. ഏതായാലും ഞാൻ പറഞ്ഞല്ലോ, ഹൃദയസ്പർശിയായ ഒരു കത്താണത്. അതുകൊണ്ടാണ് അതിൽ വ്യാകരണ തെറ്റും ഇതുമൊക്കെ വന്നിരിക്കുന്നത് എന്ന് ഞാൻ കരുതുന്നു. പലതും മനസ്സിലാവാത്ത രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കൂടിക്കുഴഞ്ഞ് ഒക്കെ പോകുന്നു. ഏതായാലും ഇതിൻ്റെ അടുത്ത ഭാഗം എന്താണെന്ന് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അത് മിക്കവാറും MV ഗോവിന്ദന് ഇതിലും ബലിയാടാകും. കാരണം പിണറായിക്ക് താല്പര്യമുണ്ട്. മാധവ പൊതുവാളിനെ പോയി കണ്ടതുകൊണ്ട് വല്ല കാര്യമുണ്ടായിരുന്നു. സാറിന് പൊതുവാളിനെ കണ്ടാൽ ജീവിതം രക്ഷപ്പെടുമെന്നാണ് പറയുന്നത്. ഇതിപ്പോൾ ഇതിന്ന് പുറത്തായി കഴിഞ്ഞാൽ ജീവിതം രക്ഷപ്പെടും. അങ്ങനെ വയസ്സുകാലത്ത് മനസ്സമാധാനത്തോടെ കഴിയാൻ പോകുന്നതിന്. പാർട്ടിന്നോ? പാർട്ടിന്ന് പുറത്തായ അല്ല, പാർട്ടിയിൽ നിന്ന് പുറത്താവണത് പാർട്ടി സ്ഥാനങ്ങളൊക്കെ ഒഴിഞ്ഞിട്ട് എനിക്ക് മതിയായി എന്ന് പറഞ്ഞിട്ട് അവിടെ എവിടെയെങ്കിലും സ്വസ്ഥമായിട്ട് കഴിയും. പണ്ടൊരു LDF കൺവീനർ ആയുർവേദ മരുന്ന് കട നടത്തി എന്ന് പറഞ്ഞ പോലെ അല്ലേ കുഞ്ഞിക്കണ്ണ? അതാണ് പലപ്പോഴും നല്ലത്. ഇതിപ്പോൾ കാര്യം അല്ലെങ്കിൽ കൈവിട്ടുപോയി ഇവരുടെയൊക്കെ പണച്ചാക്കുകളുടെ കയ്യിലാണെന്ന് പാർട്ടി. ഗോവിന്ദൻ എന്ത് ചെയ്യുന്നതാണ്? അതിനുള്ള സാമർഥ്യമൊന്നും പാവം ഗോവിന്ദനില്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.